Then Salih, what are the different types of system? Closed system, open system, isolated system. Adina, what is open system? Which can exchange both energy and matter. Maria, what is closed system? Teacher, ennaano? Yes, Maria. Exchange of energy but not matter. Yes, Tamanna, what is isolated system? Energy and matter. Not energy and matter. Exchange with the surroundings. Yes, Nasrin, universe is an example for which type of system? Open system, closed system, Isolated system. Yes, isolated system. Isolated system. Okay. Then, what are the variables used to specifying the state of a system? Mustafa. Temperature, volume, അങ്ങനെയാണോ പ്രോപ്പർട്ടീസ് ആണോ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ? സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് അല്ല, വേരിയബിൾസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. പറഞ്ഞോ. ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ എക്സെട്ര. Temperature, pressure, volume, amount, number of moles, like that. Okay. Fatimata, what is internal energy of a system? Every system has a store of energy. The store of energy is called the internal energy. Bhima, internal energy comprises. Internal energy എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എനർജീസ് ആകാം? Bhima, chemical, electrical, mechanical energies. ഏത് എനർജീസ് വേണം, എന്ത് ടൈപ്പ് എനർജി വേണമെങ്കിലും ആകാം. ഇതിന്റെ എല്ലാത്തിനെയും കൂടെ സമന്വയാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അലീന സമത, ഇന്റേണൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? ലെറ്റർ ഏതാ? യു. ഓക്കെ. നമുക്ക് എങ്ങനെയൊക്കെ ഇന്റേണൽ എനർജി ഒരു സിസ്റ്റത്തിന്റെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും? അദീന. അതിനോട് ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചല്ലോ. യെസ്, അദീന പറഞ്ഞു. How does the internal energy of a system change? Teacher. അതേന്നെ. ഹീറ്റ് ചേഞ്ച് ചെയ്യുമ്പോ ചെയ്യാൻ പറ്റും. പിന്നെ വർക്ക്. പിന്നെ മാറ്റർ. ഹീറ്റ് പാസിംഗ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദി സിസ്റ്റം. ഹീറ്റ് ഉള്ളിലോട്ട് പോയാൽ അല്ലെങ്കിൽ പുറത്തോട്ട് വന്നാൽ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും. വർക്ക് ഡൺ നടന്നാൽ, വർക്ക് ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യും. ദെൻ മാറ്റർ ആണെങ്കിലും ചേഞ്ച് ചെയ്യും. ഓക്കെ. ഇതില് ഹീറ്റും വർക്കും, ഹീറ്റിന്റെയും വർക്കിന്റെയും കേസ് ഓപ്പൺ സിസ്റ്റത്തിലാണ്. ക്ലോസ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ മാറ്ററിന്റെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഇന്റേണൽ എനർജിയിൽ ചേഞ്ചസ് വരുത്തുന്ന ഈ 3 പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വർക്ക്, ഹീറ്റ്, അതുപോലെ തന്നെ മാറ്റർ. ഓക്കെ. 3ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. സോ അപ്പൊ അത് ആപ്ലിക്കേഷൻസിലാണ് വരുന്നത്. Application 6.1. Okay. So move on to the first property, heat. Okay. Board clear ആണല്ലോ അല്ലേ? Yes. Okay. So first, internal energy എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യും എന്നുള്ളത് ആദ്യം നോട്ട് ചെയ്ത് വെക്കാം. Internal energy of a system can change due to, first one, work is done on or by the system. Work is done on or by the system. ഒന്നുകിൽ സിസ്റ്റം വർക്ക് ചെയ്യുക അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക. And the second point, heat passing
into or out of the system. ഹീറ്റ് പാസ് ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് വെളിയിലോട്ട് പോവാ. Then matter enters or leaves the system. മാറ്റർ കൊടുക്കുക അല്ലെങ്കിൽ മാറ്റർ വെളിയിലോട്ട് പോവുക. ഓക്കെ, ഈ 3 കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഇന്റേണൽ എനർജിയിലെ വ്യത്യാസം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഹീറ്റ്. എന്താ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷാര, വാട്ട് ഈസ് ഹീറ്റ്? ഹീറ്റ് നമുക്ക് എന്തിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് പറഞ്ഞാൽ മതി. ഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന ടേം അതാ. ഇഷാര, തെർമൽ എനർജി. തെർമൽ എനർജി. അത് നമുക്ക് ഏത് വേരിയബിളിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏത് പ്രോപ്പർട്ടിയോട് റിലേറ്റഡ് ആ ഹീറ്റ്? പ്രഷർ, അതിൽ ഏത് വേരിയബിളിനോടാണ് ഹീറ്റ്? യെസ്, ടെമ്പറേച്ചർ അല്ലെ. ഇപ്പൊ നമ്മള് ഒരു പാത്രം എടുത്തു, പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചു എന്ന് വിചാരിക്കാം. അതിൽ നിന്നും ഹീറ്റ് റിലീസ് ചെയ്യുന്നത് എപ്പോഴാ ഇർഷാനെ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് ഹീറ്റ് വെളിയിലോട്ട് വരുന്നേ? ടെമ്പറേച്ചർ മാറ്റി കൊടുക്കുമ്പോ. ടെമ്പറേച്ചർ കുറച്ച് കൊടുത്താൽ കുറച്ച് ഹീറ്റ് വരുള്ളൂ, ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ കൂടുതൽ ഹീറ്റ് വെളിയിലോട്ട് വരും അല്ലെ. അപ്പം ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസിന്റെ ബേസിൽ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ എനർജി എന്ത് ഫോമിലാ വരുന്നേ? ഹീറ്റിന്റെ ഫോമിലാണ് വരുന്നത്. അപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഒരു ഫോമാണ്. അത് ആരൊക്കെ തമ്മിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നേ? സിസ്റ്റവും സറൗണ്ടിങ്സും ആയിട്ടാണ് അവിടെ ട്രാൻസ്ഫർ നടക്കുന്നത്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ? ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ. മനസ്സിലായോ? നമ്മൾ തെർമോഡൈനാമിക്സിൽ ഏത് ടൈം എക്സ്പ്ലെയിൻ ചെയ്താലും അത് സിസ്റ്റവും സറൗണ്ടിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അത് എപ്പോഴും മനസ്സിൽ വേണം. അപ്പം ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി ട്രാൻസ്ഫർ മെത്തേഡ് തന്നെയാണ്. എപ്പോൾ? ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ. ആരൊക്കെ തമ്മിൽ? സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ. നോർമലി നമ്മൾ ഹീറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ആർക്ക് പറയാം? ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ അറിയാവുന്ന നോക്കിക്കേ, ഒന്ന് ഗസ് ചെയ്യും. കാൽവിൻ അറിയാം. എന്താ കാൽവിൻ? ടീച്ചറെ വോയിസ് ബ്രേക്ക് ആവും, ഒന്നും കേട്ടില്ല. ആർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട്. യെസ്, ഓക്കെ. കാൽവിൻ, ഹീറ്റിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്? ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ അറിയാമോ? ഹീറ്റിനെ മറ്റേ ജൂളാണോ? ജൂളല്ല, ജൂളല്ല, അത് എനർജിയുടെ യൂണിറ്റ് അല്ലേ. ഓക്കെ, വേറെ ആർക്കാ പറയാൻ പറ്റുക? ഹീറ്റിനെ റെപ്രസെന്റ് ലെറ്റർ ഫിദ. എച്ച് ആണ്. എച്ച് അല്ല, എച്ച് നമ്മൾ എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. യു ഇന്റേണൽ എനർജി. ഇഷാര, ഈ ഡെൽറ്റ പോലെ ഡെൽറ്റ പോലെ ഇരിക്കുന്നതോ? അല്ലല്ലോ, ഒരു ട്രയാങ്കിൾ പോലത്തെ. അത് നമ്മൾ ടെമ്പറേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് എഴുതുമ്പോൾ എഴുതി വെക്കുന്നതല്ലേ. നമ്മൾ ഒരിക്കലും ഇക്വേഷൻ എഴുതുമ്പോൾ അങ്ങനെ നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ. യെസ്, മരിയ. ടീച്ചർ ഡെൽറ്റ പറയാൻ? അല്ല, ഡെൽറ്റ അല്ല. തെർമോഡൈനാമിക്സിൽ ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? യെസ്, സോജു. ക്യൂ ആണോ? ക്യൂ ആണ്. നമ്മൾ ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യൂ ആണ് കേട്ടോ. തെർമോഡൈനാമിക്സിൽ മറന്നു പോകരുത്. നമ്മളിന് തെർമോഡൈനാമിക്സ് ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ഈ ടേമുകൾ, ഈ ലെറ്ററുകൾ മാത്രം ഉപയോഗിച്ചിട്ടാട്ടോ പറയുന്നത്. ഓക്കെ, അപ്പം ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്
Q ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഹീറ്റ് എന്നുള്ള കാര്യം ആദ്യം ഓർത്ത് വെക്കണം. ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ. എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് by virtue of a temperature difference between system and surroundings. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ എനർജിയുടെ ട്രാൻസ്ഫർ നടക്കുന്നു ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, ഇനി ഹീറ്റ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഹീറ്റ് എപ്പോഴൊക്കെ സംഭവിക്കുമ്പോൾ, ഹീറ്റിന് എന്ത് വ്യത്യാസം വരുമ്പോഴാണ്, ഹീറ്റ് എങ്ങനെയാണ് ഇന്റേണൽ എനർജിനെ അഫക്ട് ചെയ്യുന്നത്? ഹീറ്റ് എങ്ങനെ ഇന്റേണൽ എനർജിനെ അഫക്ട് ചെയ്യുന്നത്? അലീന പറഞ്ഞേ, ഹീറ്റ് എങ്ങനെ ഇന്റേണൽ എനർജിനെ അഫക്ട് ചെയ്യും എന്നാ തൊട്ടു മുമ്പ് പറഞ്ഞ്? ഒന്നുകിൽ ഹീറ്റ് ഒന്നുകിൽ ഹീറ്റ് സിസ്റ്റത്തിലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് വെളിയിലോട്ട് വരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒന്നുകിൽ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റം ഹീറ്റ് വെളിയിലോട്ട് പറഞ്ഞുവിടാം. സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് വെളിയിലോട്ട് വരാം. അബ്സോർബ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ എപ്പോഴും എന്ത് ക്വാണ്ടിറ്റി ആയിട്ടാ കൺസിഡർ ചെയ്യുന്നത് നസ്ര? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണോ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണോ? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അതിനെ എന്ത് ക്വാണ്ടിറ്റി ആയിട്ടാ കൺസിഡർ ചെയ്യുന്നത് അനിറ്റ? നെഗറ്റീവ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഏതൊരു തെർമോഡൈനാമിക് ടേം എടുത്താലും അതിന് സൈൻ കൺവെൻഷൻസ് ഉണ്ട്. അതായത് ഇവിടെ ഹീറ്റിന്റെ കേസിൽ പറയുവാണെങ്കിൽ ഹീറ്റിന്റെ വാല്യൂ സിസ്റ്റം ഹീറ്റിനെ വെളിയിലോട്ട് വിടുകയാണ് എന്നുണ്ടെങ്കിൽ ഹീറ്റിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. Q എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണെങ്കിൽ Qന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഈ സൈൻ കൺവെൻഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. When heat is given out by the system, Q is negative, and when heat is absorbed by the system, Q is positive. Q is positive. ഓക്കെ, ഇനി ടീച്ചറോട് ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ പറഞ്ഞു സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് പോകുവാണ് എന്നുണ്ടെങ്കിൽ ഹീറ്റ് നെഗറ്റീവും, സിസ്റ്റത്തിലോട്ട് ഹീറ്റ് വന്നാൽ അത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല. അതായത് ഹീറ്റ് ഗിവൺ ഔട്ട് ബൈ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. അതായത് ഹീറ്റിനെ കൊടുക്കുന്ന എല്ലാ സിസ്റ്റംസും നെഗറ്റീവ് ആണ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് മാത്രം ഓർത്താൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് പൈസ പോയി കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടില്ല എനർജിയുടെ വാല്യൂ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് എന്നും പറഞ്ഞപ്പോൾ പറയത്തില്ല. അതെന്താ, പോയി അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ആസ്പെക്റ്റിൽ പറയൂ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാ ഇത്. ഓക്കെ, ഹീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ആ ഒരു സെന്റൻസിലാണ്, ആ ഒരു എന്താ പറയാ, ആ ഒരു ഫീലിങ്സിലാണ് നമ്മൾ അതിനെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളൊരു ടേമിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും അത് നെഗറ്റീവ് ക്വാണ്ടിറ്റി എന്നുള്ളൊരു രീതിയിലല്ല കേട്ടോ നമ്മൾ അതിനെ പറയുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം, ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് വെളിയിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സിസ്റ്റത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നാ ഉദ്ദേശിക്കുന്നേ. ഇപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചു എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഒരു
എത്രയാ പറയുന്നത്? ഹീറ്റ് എന്ന് പറയുന്നത് എനർജിയുടെ ഫോം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 കിലോജൂൾ പെർ മോൾ ഓഫ് ഹീറ്റ് പുറത്തോട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഒരിക്കലും സിസ്റ്റത്തിന് -10 കിലോജൂൾ പെർ മോൾ ഓഫ് എനർജി നമ്മൾ പറയത്തില്ല. സിസ്റ്റത്തിൽ നിന്നും 10 കിലോജൂൾ പെർ മോൾ ഓഫ് എനർജി കുറഞ്ഞു പോയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതൊരിക്കലും നെഗറ്റീവ് ക്വാണ്ടിറ്റി -10 എന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ല. ഓക്കെ, കിട്ടി എന്നാ പറഞ്ഞെന്ന്? നമുക്ക് കിട്ടി എന്നുള്ളത് എപ്പോഴും ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത്. അത് പോസിറ്റീവ്. നഷ്ടപ്പെട്ടു പോയാൽ അതൊരു നെഗറ്റീവ് മൈൻഡിൽ നമ്മൾ കാണത്തില്ലേ, അത് നെഗറ്റീവ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, കയ്യിൽ പൈസ വെച്ചിട്ട് പേഴ്സിൽ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് -10 രൂപയായി അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മൾ പറയാറില്ല. 10 രൂപ പോയി എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ്. അത് എനർജിയുടെ ഒരു ഫോമാണ്. എനർജി ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് ഹീറ്റ് ട്രാൻസ്ഫർമേഷൻ. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റിന്റെ ട്രാൻസ്ഫർമേഷൻസ് നടക്കുന്നു. ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Q എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. Q എന്ന് പറയുന്നത് പോസിറ്റീവ് ആസ്പെക്റ്റിലും പറയാം, നെഗറ്റീവ് ആസ്പെക്റ്റിലും പറയാം. സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും നെഗറ്റീവ് ആസ്പെക്റ്റിൽ പറയും. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണെങ്കിൽ അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ ആണ് പറയുന്നത്. ഇത്രയും കാര്യം പിടികിട്ടിയോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മൂവ് ഓൺ ടു ദി സെക്കൻഡ് തെർമോഡൈനാമിക് ഫംഗ്ഷന്റെ അകത്തോട്ട് പോകാം. ദാറ്റ് ഈസ് വർക്ക്. വർക്ക് ഓക്കെ, വർക്ക് എന്ന് പറയുന്നത് ഒരു എനർജി ട്രാൻസ്ഫർ തന്നെയാണ്. നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ, ജോലി ചെയ്യുന്നു എന്ന് പറയത്തില്ലേ. സിസ്റ്റം പണിയെടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സിസ്റ്റം പണിയെടുക്കുന്നു, ആ പണിയെടുക്കുന്നതിന്റെ റിസൾട്ട് സറൗണ്ടിങ്സിലോട്ട് പോകുന്നു. ഒന്നുകിൽ സിസ്റ്റം പണിയെടുക്കാം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വന്നിട്ട് പണിയെടുക്കാം. സിസ്റ്റം വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റം പണിയെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മള് വർക്ക് എന്ന് പറയുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് W എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇത് നോർമലി ഒരു മെക്കാനിക്കൽ ആയിട്ട് ഉള്ള എനർജി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. മെക്കാനിക്കൽ എനർജി, കാരണം പണിയല്ലേ, പണി ചെയ്യുന്നത് എപ്പോഴും നമ്മൾ മെക്കാനിക്കലുമായിട്ട് റിലേറ്റഡ് ആണ്. മെക്കാനിക്കൽ എനർജിയാണ്. ഓക്കെ, മെക്കാനിക്കൽ എനർജി ആണ്. ഇനി വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. നമ്മൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അന്നേരം അതെപ്പോഴും ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലേ നമ്മൾ പറയുള്ളൂ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. നമ്മൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു. സിസ്റ്റത്തിനൊന്നും നഷ്ടപ്പെട്ടു പോകാനില്ല. സിസ്റ്റത്തിന്റെ വർക്ക് കൂടത്തേ ഉള്ളൂ. അപ്പത്തേക്ക് അതിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ്. ഇനി സിസ്റ്റം വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പൊ എനർജി നഷ്ടപ്പെടും. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ -W ആയിരിക്കും. ഇത്ര ഓർത്താൽ മതി. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ തന്നെയാണ്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ W. നമ്മൾ നോർമലി W, ജസ്റ്റ് ചുമ്മാ സിംപ്ലി W എന്ന് പറഞ്ഞാൽ അത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. ഓക്കെ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് വെറുതെ W, കാരണം അത് പോസിറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് പറയാം. നെഗറ്റീവ് ആകുന്നത് എപ്പോഴാ? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. സിസ്റ്റം വർക്ക് ചെയ്താൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും ഒരു ഓൾജിബ്രൈക് സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് വർക്ക് നെഗറ്റീവ് ആകും എന്നൊരിക്കലും വിചാരിക്കരുത് കേട്ടോ. സിസ്റ്റം വർക്ക് ചെയ്താൽ അവിടെ വർക്ക് സറൗണ്ടിങ്സിലോട്ട് പോയാൽ സിസ്റ്റത്തിൽ നിന്നും പോകുന്നത് കൊണ്ട് അത് നെഗറ്റീവ്. സിസ്റ്റത്തിൽ വർക്ക് ചെയ്താൽ അത് എന്തായിരിക്കും? പോസിറ്റീവ്. കാരണം സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ വർക്കുകളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതെന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. നിങ്ങൾ പേജ് നമ്പർ 163-ല്
വർക്ക് എന്താണ്, ഹീറ്റ് എന്താണ് എന്നുള്ളത് ഒരുപാട് വലിയ കാര്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറെ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത്ര ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് സിംപ്ലി അതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ജസ്റ്റ് സിംപ്ലി കൺസെപ്റ്റ് മാത്രം എന്താണ് എന്നുള്ളതൊന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ് ഹീറ്റ്, എന്താണ് വർക്ക് എന്നുള്ള കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, കാര്യം പിടികിട്ടി. എന്നാ പറഞ്ഞത്? വർക്ക് എന്താ, ഹീറ്റ് എന്താന്ന് മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. വർക്ക് എന്താണ്, ഹീറ്റ് എന്താണ്, അതിന്റെ സൈൻ കൺവെൻഷൻസും കൂടെ മനസ്സിൽ വേണം. വർക്കും ഹീറ്റും രണ്ടും എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻസ് തന്നെയാണ്. രണ്ടും എനർജി ട്രാൻസ്ഫോർമേഷൻസാ. ഹീറ്റ് നോർമലി കെമിക്കൽ എനർജി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. വർക്ക് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ എനർജിയാണ്. ഇനി ഇതിന്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. ഹീറ്റിന്റെ കേസിൽ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അതൊരു +Q ആയിട്ട് നമ്മൾ പറയും, പോസിറ്റീവ് ആസ്പെക്റ്റിൽ പറയും. ഹീറ്റ് റിലീസ് ചെയ്താൽ സറൗണ്ടിങ്സിലോട്ട് പോയാൽ നെഗറ്റീവ് ആസ്പെക്റ്റിൽ പറയും. ഇനി വർക്ക് എന്നുള്ളത് സിസ്റ്റം വർക്ക് ചെയ്താൽ സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റം പണിയെടുക്കും, അപ്പൊ സിസ്റ്റത്തിന്റെ എനർജി നഷ്ടപ്പെടും. അപ്പൊ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു, അപ്പൊ സിസ്റ്റത്തിന് എനർജി കിട്ടുക ചെയ്യുന്നേ. അപ്പൊ അതുകൊണ്ട് അതിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ എന്താണെന്നുള്ളത്? അപ്പം ഇതെല്ലാം ഈ വർക്കിൽ വ്യത്യാസം വന്നാലും ഹീറ്റിൽ വ്യത്യാസം വന്നാലും അത് എന്തിനെ അഫക്ട് ചെയ്യും? ഇന്റേണൽ എനർജീനെ അഫക്ട് ചെയ്യും. അപ്പം ഈ ഇന്റേണൽ എനർജീനെ വർക്കും ഹീറ്റും അഫക്ട് ചെയ്യുന്നതിന്റെ ബേസിൽ നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ആ ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞു ഹീറ്റിലും വർക്കിലും വ്യത്യാസം വരുമ്പോൾ ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് വരും എന്ന് പറഞ്ഞു. ചേഞ്ചിനെ നമ്മൾ എന്ത് ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡെൽറ്റ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നും കൂടെ റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ യു. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ദി സം ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക്. വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റിൽ വ്യത്യാസം വരും, അതിന്റെ രണ്ടിന്റെയും കൂടി സം എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയിലും വ്യത്യാസം വരും. ഇന്റേണൽ എനർജിയിലും വ്യത്യാസം വരും. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ ഡബ്ല്യു. ഫസ്റ്റ് ഇക്വേഷൻ ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഹീറ്റും വരുന്നുണ്ട്, വർക്കും വരുന്നുണ്ട്. അതായത് വർക്ക് നടക്കുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് നടക്കുന്നു. ഡ്യൂറിങ് വർക്ക് ആൻഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. വർക്ക് ചെയ്യുന്നു, ഡൂയിങ് വർക്ക് ആൻഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഒരു സിസ്റ്റത്തിൽ വർക്കും നടക്കുന്നുണ്ട്, ഹീറ്റിന്റെ ട്രാൻസ്ഫറും നടക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ ചേർന്നാൽ ഇന്റേണൽ എനർജിയിൽ വ്യത്യാസം വരും. അത് നമ്മൾ എഴുതുന്നത് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഈ ഇക്വേഷൻ നമ്മൾ പറയുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ചോദിക്കാറുണ്ട്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. നമ്മൾ വർക്ക് ചെയ്യുന്നു, വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടക്കുന്നു. അപ്പൊ ഇന്റേണൽ എനർജിയിൽ വ്യത്യാസം വരും. അപ്പൊ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമ്മാണ്? വർക്കിന്റെയും ഹീറ്റിന്റെയും കൂടി സമ്മാണ്. നമ്മൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക ചെയ്യുന്നേ. സിസ്റ്റത്തിൽ വർക്ക് ചെയ്തപ്പോൾ ഹീറ്റിന്റെ ട്രാൻസ്ഫർ ഉണ്ടായി. അപ്പൊ ഹീറ്റിന്റെയും വർക്കിന്റെയും കൂടി സമ്മാണ് ഇന്റേണൽ എനർജിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഡെൽറ്റ യു. ഡെൽറ്റ യു. ഡെൽറ്റ യു. Delta U is equal to Q plus W. Okay.
ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. പറഞ്ഞു തരാം കേട്ടോ. എനർജി ഓഫ് ആൻ isolated system is constant. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുക്കുന്നു. ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ആലിയ പറഞ്ഞേ എന്താണ് ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ആലിയ, എനർജിയോ മാറ്ററോ എക്സ്ചേഞ്ച്. യെസ്, എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എനർജിയും വെളിയിലോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ സറൗണ്ടിങ്സുമായിട്ട് ഇന്ററാക്ഷൻ ഇല്ല. മാറ്ററിനും സറൗണ്ടിങ്സുമായിട്ട് ഇന്ററാക്ഷൻ ഇല്ല. അപ്പൊ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഇടല്ല, എങ്ങോട്ടും പോകുന്നില്ല. ഇപ്പൊ എത്ര ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളൊരു ഫ്ലാസ്ക് എടുത്തു. ഫ്ലാസ്കിൽ നല്ല ചൂടുവെള്ളം എടുത്തു. നല്ല ചൂടുവെള്ളം. ഓക്കെ, നല്ല ചൂടുണ്ട്. അതൊരു ഫ്ലാസ്കിൽ വെച്ച് അടച്ചു വെച്ചു. എത്ര സമയം കഴിഞ്ഞ് ഫ്ലാസ്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന് ചൂട് കാണില്ലേ അമീഷ? ചൂടുണ്ടാവും. അതായത് നമ്മൾ ഫ്ലാസ്ക് അടച്ചു വെച്ചു, അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. അതിന്റെ എനർജി വെളിയിലോട്ട് പോകുന്നില്ല. ഞാൻ ആ തെർമോഫ്ലാസ്കിന്റെ പുറത്ത് എന്ത് ചെയ്താലും ഉള്ളിലുള്ള എനർജി എങ്ങോട്ടേക്ക് പോകത്തില്ല. ഹീറ്റ് ഒരിക്കലും എങ്ങോട്ടേക്ക് വരുന്നില്ല, വെളിയിലോട്ട് വരുന്നില്ല. അത് എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതേസമയം ഞാൻ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അവിടെ ഇന്റേണൽ എനർജിയിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഹീറ്റ് എനർജിയിൽ വ്യത്യാസം വരുന്നു. വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഹീറ്റ് എനർജിയിൽ വ്യത്യാസം വന്നാൽ അതിന്റെ രണ്ടിന്റെയും കൂടി സം ആയിരിക്കും ഇന്റേണൽ എനർജിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതൊരു ലോ ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ക്യൂ പ്ലസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. ക്യൂ പ്ലസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡബ്ല്യുവിന്റെ വാല്യൂ എന്തായിരിക്കും നിമ? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ വർക്കിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, അതോ സീറോ ആണോ? ഐസൊലേറ്റഡ് സിസ്റ്റം സീറോ. സീറോ. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ വർക്ക് ഒന്നും നടക്കുന്നില്ല, സറൗണ്ടിങ്സുമായിട്ട് യാതൊരുവിധ ഇന്ററാക്ഷനും ഇല്ല. ഓക്കെ, അപ്പം ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ഡബ്ല്യു സീറോ ആയിരിക്കും, വർക്കിന്റെ ട്രാൻസ്ഫർ നടക്കില്ല. ഫിദ, അപ്പൊ ഹീറ്റോ? ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ഹീറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. സീറോ തന്നെ. യെസ്, അലീഫ പറഞ്ഞോളെ. ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്തായിരിക്കും? ക്യൂം സീറോയോ ഡബ്ല്യു സീറോയോ? ആ യെസ്, ഡെൽറ്റ യുവിന്റെ വാല്യൂ സീറോ ആയിരിക്കും. അപ്പൊ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ എനർജി എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ വർക്കും ഇല്ല, ഹീറ്റും ഇല്ല, ഡെൽറ്റ യുവും ഇല്ല. അതേസമയം വർക്ക് ചെയ്തു, ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടന്നാൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് വർക്കിന്റെയും ഹീറ്റിന്റെയും കൂടി സം ആയിരിക്കും. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഡെൽറ്റ യു ഈസ് ദി സം ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക്.
ഓക്കെ, പിടി കിട്ടിയോ? വർക്ക് ചെയ്ത് ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടന്നു. അപ്പൊ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയായിരിക്കും? എന്താ പുറത്തേക്ക് വരുന്നേ? ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അനീസ പറഞ്ഞേ. ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഞാൻ വർക്ക് ചെയ്തു. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഞാൻ വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വെളിയിലോട്ട് ഹീറ്റ് വരുവോ ഇല്ലയോ? ക്ലോസ്ഡ് സിസ്റ്റം ആണ്. വരൂല. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഹീറ്റ് പുറത്തോട്ട് വരുവോ ഇല്ലയോ? പുറത്തോട്ട് വരും. മാറ്റർ പുറത്തോട്ട് വരത്തില്ല. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നന്ദന? ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ക്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഹീറ്റ് വെളിയിലോട്ട് വന്നാൽ പോസിറ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാലോ? ഹീറ്റ് അബ്സോർബ് ചെയ്താൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കാൽവിൻ? ഹീറ്റ് അബ്സോർബ് ചെയ്താൽ പോസിറ്റീവ്. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ക്യൂവിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അബ്സോർബ് ചെയ്യുമ്പോൾ പോസിറ്റീവ് അല്ലേ കിട്ടുമ്പോ? അബ്സോർബ് ചെയ്താൽ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കണ്ടീഷൻ പറയുകയാണ്. ഒരു സിസ്റ്റം വർക്ക് ചെയ്തു. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. സിസ്റ്റം വർക്ക് ചെയ്തു. സിസ്റ്റം വർക്ക് ചെയ്തപ്പോൾ സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടി. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. ഓക്കെ, ഒരു സിസ്റ്റം വർക്ക് ചെയ്തപ്പോൾ സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടി. അങ്ങനെയാണെന്ന് വിചാരിക്കുക. സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്തായിരിക്കും? സിസ്റ്റം വർക്ക് ചെയ്തു, ഹീറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്തായിരിക്കും? ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? സിസ്റ്റം വർക്ക് ചെയ്തു, സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? കിട്ടി എന്നുള്ളവർക്ക് കൈവക്കിക്ക്. പോവാതെ പറഞ്ഞു. പോവാതെ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. കിട്ടിയത് പറഞ്ഞേ. പറയൂ. ശരിയല്ല അല്ല പറഞ്ഞേ. എന്നതാ കിട്ടിയെന്ന് വെച്ചാൽ പറയേ. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമ്മാനാ പോവാതെ പറഞ്ഞേ? ഇന്റേണൽ എനർജി ഇസ് ദ സം ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമ്മാണ്? പറയൂ. സിസ്റ്റം വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. വർക്കിന്റെയും ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ദേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതി വെച്ചിരിക്കുന്നു. ഇക്വേഷൻ ഇമ്പോർട്ടന്റ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അതായത് എന്തിന്റെയൊക്കെ സമ്മാണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. പോവാതെ യുവിന്റെ വർക്കിന്റെ യു എന്ന് പറയുന്നത് ഹീറ്റിന്റെയും വർക്കിന്റെയും സമ്മാണ് ഡെൽറ്റ യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് താഴെ ഞാനിപ്പോ എന്നാ പറഞ്ഞത്? ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തില് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. സിസ്റ്റം വർക്ക് ചെയ്യുന്നു, അപ്പൊ ഹീറ്റ് കിട്ടി എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാനാ പറഞ്ഞത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നസ്ര?
വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ് ആണോ? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ല നെഗറ്റീവ്. നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ലാവും കേട്ടോ. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അത് നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത്, -W. അനിറ്റ പറഞ്ഞേ, വർക്ക് ചെയ്ത, ഞാൻ പറഞ്ഞു സിസ്റ്റം വർക്ക് ചെയ്തപ്പോൾ ഹീറ്റ് കിട്ടി എന്ന് പറഞ്ഞു. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ സിസ്റ്റം അനിറ്റ പോസിറ്റീവ്. പോസിറ്റീവ് ആയിരിക്കും, +Q. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തായിരിക്കും അൽവാൻ? ΔU is equal to Q minus W. അത്രേ ഉള്ളൂ, Q minus W. ΔU is equal to Q minus W. ΔU is equal to Q minus W. നമ്മൾ കണ്ടീഷൻസ് നോക്കണം. കണ്ടീഷൻസ് നോക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒരു സിസ്റ്റം വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. സിസ്റ്റം വർക്ക് ചെയ്തിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ΔUവിന്റെ വാല്യൂ എന്തായിരിക്കും? Q minus W ആയിരിക്കും. കണ്ടീഷൻസ് അനുസരിച്ച് മാറും. നമുക്ക് ഈ ഇക്വേഷൻ അല്ല പഠിക്കാനുള്ളത് കേട്ടോ. ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇന്റേണൽ എനർജി ഈസ് ദ സം ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക്. അത് നമ്മള് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണോ അതോ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണോ, ഹീറ്റ് അബ്സോർബ് ചെയ്യുവാണോ അതോ ഹീറ്റ് റിലീസ് ചെയ്യുവാണോ എന്നുള്ളതിന്റെ ബേസിൽ അത് വ്യത്യാസം വരും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചാൽ എഴുതേണ്ടത് ΔU is equal to Q plus W എന്നുള്ളതാണ്. That is first law of thermodynamics. The energy of an isolated system is constant. And also we can say that the first law of thermodynamics is that it is essentially the law of conservation of energy. What is law of conservation of energy? Perceive the law of conservation of energy. Energy save ചെയ്യുക. അതാണോ law of conservation of energy? അതിന്റെ മീനിങ് അതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നതാ? സ്റ്റേറ്റ്മെന്റ് മുസ്തഫ. Energy can neither be created nor destroyed. Energy can neither be created nor be destroyed. It can be transferred from one form into another. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിക്കേ മക്കളെ, ΔU is equal to Q plus W എന്ന് പറഞ്ഞാൽ എനർജി ഒരിക്കലും അവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ഹീറ്റ് ആയിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനർജി ഒരിക്കലും നഷ്ടപ്പെട്ട് സറൗണ്ടിങ്സിന് എങ്ങോട്ടും പോകുന്നില്ല. അത് ആ സിസ്റ്റത്തിലും സറൗണ്ടിങ്സിലും ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനർജി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതുപോലെ തന്നെ എനർജി നഷ്ടപ്പെടുത്താനും പറ്റത്തില്ല, ഉണ്ടാക്കാനും പറ്റത്തില്ല. അതാണ് പറയുന്നത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. That is ΔU is equal to Q plus W. എനർജിയുടെ രണ്ട് ഫോമുകൾ തന്നെയാണ് അവിടെ ഉള്ളത്, Q W. അതിന്റെ രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. മനസ്സിലായോ എന്താ പറഞ്ഞെന്നുള്ളത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതെന്താണ് എന്നുള്ളത് വേഗം എടുത്തേ. പേജ് നമ്പർ 163 എടുക്കുക. 163 ഞാൻ പറയുന്നത് മാത്രം അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. വൺ 163-ല് ഒന്ന് രണ്ട് മൂന്ന് ΔU is equal to U2 minus U1 equal to വർക്ക് അഡയബാറ്റിക് എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ താഴെയുള്ള ആ സ്റ്റേറ്റ്മെന്റ് എടുത്തേ. ഇന്റേണൽ എനർജി U ഓഫ് എ സിസ്റ്റം ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ? പേജ് നമ്പർ 163. 163-ല് ഫസ്റ്റ് സെക്ഷൻ എടുക്കുക. ലെഫ്റ്റിലുള്ള സെക്ഷൻ, ലെഫ്റ്റും റൈറ്റും ഉണ്ടല്ലോ ഈ ഭാഗം.
പേജ് നമ്പർ 163 ആദ്യത്തെ ഭാഗത്തുനിന്ന് therefore internal energy U of the system is a state function എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടു എന്നുണ്ടെങ്കിലും തലയെങ്കിലും ഒന്ന് ആട്ട് എങ്ങനെ മനസ്സിലാക്കി പറയാമോ? പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് വരും. ഹെഡിങ് എന്ന് പറയാമോ? ഇത് ഞാൻ പറയാം. പേജ് നമ്പർ 163 അല്ല അത് നോക്കണ്ട. ആ 1 way 2nd way എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? വർക്കിന്റെ താഴെയായിട്ട് 6.1.4 അതിന്റെ താഴെ വർക്ക് ഉണ്ട്. വർക്ക് എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതിന്റെയും താഴെയായിട്ട് 1 way 2nd way എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെയും താഴെ ഇൻഫാക്ട് എക്സ്പെരിമെന്റ് ആ പാരഗ്രാഫ് അല്ല, സോ ഇറ്റ് സീംസ് അതുമല്ല, അതിന്റെയും താഴെ വരുന്നത് അവിടെ ഒരു ഡെൽറ്റ യു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ therefore ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവിടെ ഇന്റേണൽ എനർജി തൊട്ടിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യാം. Internal energy U of the system is a state function. Then അതിന് താഴെയുള്ള പാരഗ്രാഫ് നോക്കുക. By conventions of IUPAC അതൊന്നും നോക്കണ്ട. കെമിക്കൽ തെർമോഡൈനാമിക്സ് ആ സ്റ്റേറ്റ്മെന്റ് വിട്ടേരെ. അടുത്ത നോക്ക്. The positive sign expresses that work is positive. ആ AD എന്നുള്ളതൊന്നും നോക്കണ്ട. Work is positive when work is done on the system. And the internal energy of the system increases. സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്താൽ ഇന്റേണൽ എനർജി കൂടും. സിമിലർലി the work is done by the system. അപ്പൊ വർക്ക് നെഗറ്റീവ് ആകും, കാരണം ഇന്റേണൽ എനർജി കുറയും. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. കണ്ടോ നിങ്ങള്? യെസ്. The positive sign expresses that W is positive when work is done on the system. And the internal energy of the system increases. Work positive ആയാൽ എന്തായാലും internal energy കൂടും. Similarly, the work is done by the system. അപ്പം വർക്ക് നെഗറ്റീവ് ആകും, അപ്പൊ internal energy എന്ത് ചെയ്യുന്നു? കുറയുന്നു. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ദെൻ തൊട്ടപ്പുറത്ത് ഹീറ്റ് എടുത്ത് ഹീറ്റ് ഹീറ്റിന്റെ താഴെ മൂന്നാമത്തെ സെന്റൻസ് we can also change the internal energy of a system by transfer of heat from the രണ്ടാമത്തെ സെന്റൻസ് the exchange of energy which is a result of temperature difference is called heat Q. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. the exchange of energy രണ്ടാമത്തെ സെന്റൻസ് ഹീറ്റിലെ രണ്ടാമത്തെ സെന്റൻസ് the exchange of energy which is a result of temperature difference is called heat Q. Okay. Then അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിലത്തെ പാരഗ്രാഫ് എടുത്ത മക്കളെ. ബൈ കൺവെൻഷൻസ് ഓഫ് IUPAC എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുന്നത് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത്. The Q is positive when heat is transferred from the surroundings to the system. സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്സിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ Q പോസിറ്റീവ് ആകും, അപ്പോൾ ഇന്റേണൽ എനർജി കൂടും. Q നെഗറ്റീവ് ആകും എപ്പോൾ? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സിസ്റ്റം ടു ദി സറൗണ്ടിങ്. സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്സിലോട്ട് പോയി കഴിയുമ്പോൾ ഹീറ്റ് എന്താകും? നെഗറ്റീവ് ആകും, അപ്പോൾ ഇന്റേണൽ എനർജി കുറയും. കണ്ടോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് പേജില് ദ ജനറൽ കേസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കണ്ടോ? അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W. ഓക്കെ, ഒന്ന് വായിച്ചേ. വായിച്ച മോളെ ജനറൽ കേസ് വായിച്ചേ. Let us consider the general case in which a change of state is brought about both by doing work and by transfer of heat. We write change in internal energy for these cases. Delta U is equal to Q plus W. For a given change in state Q and W can vary depending on how the change is carried out. However, Q plus W equal to delta U will depend only on initial and final state. It will be independent of the way the change is carried out. If there is no transfer of energy as heat or as work, isolated system, that is, if W is equal to Q and Q is equal to W is equal to 0 and Q is equal to 0, then delta U is equal to 0. Yes, okay. First equation mark ചെയ്ത് വെക്കുക. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W. അതായത്
ഹീറ്റിലും വർക്കിലും വ്യത്യാസം വരുമ്പോഴത്തേക്കും ഇന്റേണൽ എനർജിയിലും വ്യത്യാസം വരും. ഇന്റേണൽ എനർജി ക്യൂവിന്റെയും ഡബ്ല്യുവിന്റെയും സമ്മാണ്. അതാണ് ആ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവുക. ദെൻ അവിടെ ട്രാൻസ്ഫർ ഓഫ് എനർജി ഇല്ല, ഹീറ്റ് വർക്ക് ഇല്ല, അതായത് ഡബ്ല്യുവും 0 ആണ് ക്യൂവും 0 ആണെങ്കിൽ ഡെൽറ്റ യു 0 ആയിരിക്കും. സെക്കൻഡ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ്. ഇഫ് ദർ ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് എനർജി ആസ് ഹീറ്റ് or as work, that means isolated system, that means W is equal to 0, Q is equal to 0, then delta U is equal to 0. Then the equation delta U is equal to Q plus W. It is the mathematical statement of the first law of thermodynamics. Adinte statement aanu the energy of an isolated system is constant. It is commonly stated as the law of conservation of energy. That is, energy can neither be created nor be destroyed. ഓക്കെ, ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. പിടികിട്ടിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻസ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ, അതായത് 6.2.2 എൻതാൽപ്പി എന്ന് പറയുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത് ശരിക്കും. പക്ഷെങ്കിൽ അത് പഠിക്കണമെങ്കിൽ ഈ മുമ്പിലത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പം ഇതുവരെ പഠിച്ചത് എല്ലാ കാര്യങ്ങളും പിടികിട്ടി മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവയ്ക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. യെസ്, ഇത്രയും കാര്യം മനസ്സിലായി എന്നുള്ളവര്. ഓക്കെ, എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ്, ടൈപ്സ് ഓഫ് ദി സിസ്റ്റം ഏതൊക്കെയാണ്. ഓക്കെ, ദെൻ അവിടെ വർക്ക് എപ്പോഴും എന്താണ് ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്, അവിടെ വർക്കും ഹീറ്റും വന്നാൽ ഇന്റേണൽ എനർജിയിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്ക് അങ്ങ് അടച്ചു വെച്ചേരാം, ഞാൻ പറയുമ്പോ തുറന്നാൽ മതി. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, എന്താണ് ഇന്റേണൽ എനർജി യുവും അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള വിയും തമ്മിലുള്ള ഡിഫറൻസ്? യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി. ഓക്കെ, അതൊരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. വി എന്ന് പറയുന്നത് വോളിയം ആണ്, അതൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് വി എന്ന് പറയുന്നത്. ഈ വിയും ഇന്റേണൽ എനർജി യുവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ആലോചിച്ചു നോക്കൂ. വോളിയവും ഇന്റേണൽ എനർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഇല്ലയോ? യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി, വി എന്ന് പറയുന്നത് വോളിയം. ഒരു സിസ്റ്റം, ഞാനൊരു സിസ്റ്റം നിങ്ങൾക്ക് തരാം. ആ സിസ്റ്റത്തിന് ഇന്റേണൽ എനർജിയും ഉണ്ട് വോളിയവും ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഈ വോളിയവും ഇന്റേണൽ എനർജിയും തമ്മില് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ദേവിക്ക് എന്തോ മനസ്സിലായി. മറ്റുള്ളവർ ആലോചിക്കൂ, എല്ലാവർക്കും അവസരം തരും പറയാം. ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര നിങ്ങളോട് പറയുന്നുള്ളൂ. ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയും ഉണ്ട് വോളിയവും ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. സിസ്റ്റം ആണെങ്കിൽ എന്തായാലും ഇന്റേണൽ എനർജി ഉണ്ട് നമുക്കറിയാം. ഇന്റേണൽ എനർജി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം, കാരണം ഓൾറെഡി ഒരു എനർജി ഉണ്ട്. വോളിയവും ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. എന്താണ് അത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്? Yes, start with Anmedia. പറഞ്ഞേ. എന്താ അറിയില്ല എന്ന് പറയല്ലേ?
ഇപ്പൊ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ആലോചിച്ച് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. അഞ്ജന. അഞ്ജന. ടീച്ചർ ആ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ. കേട്ടില്ല. എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്ന് പറഞ്ഞാല് അത്രയെങ്കിലും. അഫ്സർ പറഞ്ഞേ. അഫ്സറിന് എന്നാ തോന്നുന്നേ? ഇന്റർനെറ്റിയുടെ വോളിയം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന്റെ വോളിയം ആയിരിക്കില്ല. കേട്ടില്ല മോനെ. ഇന്റർനെറ്റിയുടെ വോളിയം എത്രയുണ്ടോ അതല്ലേ വോളിയം. ഇന്റേണൽ എനർജിയുടെ വോളിയോ? ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കണേ. ഇന്റേണൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന എന്ത്? എനർജി സ്റ്റോർ ചെയ്ത് വെക്കണം. എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. യെസ്. വോളിയം എന്ന് പറഞ്ഞാലോ? അതിന്റെ വോളിയം ആയിരിക്കില്ലേ വോളിയം. എനർജിയുടെ വോളിയം ഉണ്ട്. അറിയില്ല അങ്ങനെ വിചാരിച്ചേ. ഓക്കെ. ദേവിക. ഞാൻ വിചാരിച്ച സിസ്റ്റത്തിലെ ഇന്റേണൽ എനർജി തന്നെയല്ലേ അതിന്റെ വോളിയം എന്ന് പറഞ്ഞു. സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി തന്നെയാണോ അതിന്റെ വോളിയം? Q+W ആണല്ലോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സിസ്റ്റത്തിലെ. അപ്പൊ സിസ്റ്റത്തിന്റെ വോളിയം അല്ല എനർജി വോളിയം ഞാൻ അങ്ങനെ ആദ്യം. അറിയാൻ പാടില്ല. അദീന, ഞാൻ പറഞ്ഞു അറിയത്തില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന്. നിങ്ങൾ ഇത്രയും പഠിച്ചല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയായിരിക്കുമല്ലോ. വോളിയം എന്താ, ഇന്റേണൽ എനർജി എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. യെസ്. അദീന പറഞ്ഞേ. അറിയില്ല. അലീന. അറിയില്ല. ഇർഷാൻ. എനർജി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് വോളിയം സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്. വോളിയം ആ എനർജി സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്. ഇഷാര. ടീച്ചർ ക്യൂവും ഡബ്ല്യൂയും ചേഞ്ച് ചെയ്യണനുസരിച്ച് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യൂലേ? ക്യൂവും ഡബ്ല്യൂയും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യും. പിന്നെ വോളിയം അങ്ങനെ ചേഞ്ച് ചെയ്യൂലല്ലോ. വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. കുറച്ചൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. നമ്മൾ പണ്ട് ഈ ഇട്ടൂലി കളിക്കത്തില്ലേ പിന്നൊക്കെ വെച്ചിട്ട്, അതേപോലെ പറഞ്ഞു 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 അവിടെ വരെ എത്തി. യെസ്. നസ്റിൻ. ചൂടുണ്ടെന്ന് പറയത്തില്ലേ പിന്നിന്റെ അടുത്ത് ഇല്ലുമ്പോ. പറഞ്ഞു നസ്റിൻ. അതിന് സെയിം കൈനറ്റിക് എനർജി ആവോ? കേട്ടില്ല മോളെ. സെയിം കൈനറ്റിക് എനർജി. എനിക്ക് മനസ്സിലായില്ല. സെയിം കൈനറ്റിക് എനർജിന്നോ? സെയിം കൈനറ്റിക് എനർജി. തമന്ന. തമന്ന. കേൾക്കാൻ പാടില്ല. വോളിയം എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല. വിട്ടുവിട്ട് പോവുക. മരിയ. ടീച്ചർ വലിയായിട്ട് മനസ്സിലായിട്ടില്ല. ഇന്റേണൽ എനർജി സം ഓഫ് ഓൾ എനർജീസ് ആണല്ലോ. മറ്റേ വോളിയം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി മാത്രമാണല്ലോ. ഭീമാനവാസ്. ടീച്ചർ വോളിയം എന്ന് പറയണത് ഉൾക്കൊള്ളാനുള്ള സ്പേസ് അല്ലേ? എന്തോരും ഇന്റേണൽ എനർജി സ്റ്റോർ ഓഫ് എനർജി. ഫാത്തിമത്ത്. മുസ്തഫ. ഇന്ത്യൻ എനർജിക്ക് മാറ്റം വരും. ഇതും ക്യൂമിനും ഡബ്ല്യൂയും ചേഞ്ച് ചെയ്യുമ്പോ വോളിയം മാറ്റം പറ്റില്ല. കാരണം സ്റ്റേറ്റ് വേരിയബിളാ, പ്രോപ്പർട്ടി അല്ലേ. അതെ. കണ്ടോ അവിടെ വരെ എത്തി.
പുസ്തകം പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് വേരി ചെയ്യും ക്യൂവിനും ഡബ്ല്യുവിനും അനുസരിച്ച്. വോളിയം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ആണ്. അത് നമ്മൾ സ്റ്റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. അതൊരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ചേഞ്ച് ചെയ്യിക്കാം, പക്ഷെ അതൊരിക്കലും ഇത് എപ്പോഴും സ്പെസിഫൈഡ് ആയിരിക്കും. അത് തന്നെയാ ഇഷാരയും പറഞ്ഞല്ലേ ഇഷാര? ഇഷാരയും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇത്രയും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇന്റേണൽ എനർജി എങ്ങനെയാന്നാ പറഞ്ഞത്? സമ്മാന്നാ പറഞ്ഞത്. വോളിയം അങ്ങനെ തന്നെയാ, അതൊരു പ്രോപ്പർട്ടി അല്ലേ എന്നാ ചോദിച്ചത്. അത് തന്നെയാ കാര്യം. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്പെസിഫൈഡ് പ്രോപ്പർട്ടി അല്ല. അതേസമയം വോളിയം എങ്ങനെയാണ്? സ്പെസിഫൈഡ് പ്രോപ്പർട്ടിയാണ്. വോളിയത്തിന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം. ഇത്ര ലിറ്റർ, 5 ലിറ്റർ, 10 ലിറ്റർ, ഒരു സിസ്റ്റം എടുത്താൽ നമുക്ക് പറയാം ഇത്രയാണ് എന്ന് നമുക്ക് പറയാം. അതൊരു സ്റ്റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. അതേസമയം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിനെയും ഹീറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തോരം ഇന്റേണൽ എനർജി വേണം എന്നുള്ളത്. അത് നമ്മൾ ചെയ്യുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ കിട്ടിയ എന്താന്നുള്ളത് മനസ്സിലായോ എല്ലാവർക്കും? ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് കണ്ടുപിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ചെയ്ത വർക്കിന്റെയും ഹീറ്റിന്റെയും ബേസിൽ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതേസമയം വോളിയം അങ്ങനെയല്ല. വോളിയം എന്ന് പറയുന്നത് എപ്പോഴും ആബ്സല്യൂട്ട് വാല്യൂ ആണ്. അത് ഏതൊരു ഗിവൺ സ്റ്റേറ്റ് എടുത്താലും അതിനൊരു ആബ്സല്യൂട്ട് വാല്യൂ ഉണ്ടായിരിക്കും. വോളിയത്തിന് ഒരു അബ്സല്യൂട്ട് വാല്യൂ ഉണ്ട്. ഇത് സ്പെസിഫൈഡ് ആണ്. അതേസമയം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് കനോട്ട് ബി സ്പെസിഫൈഡ്. ഇതൊരിക്കലും സ്പെസിഫൈഡ് അല്ല. ഇത് നമുക്ക് മെഷർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. വി ക്യാൻ ഓൺലി മെഷർ ഡെൽറ്റ യു ഓഫ് ദി സിസ്റ്റം. സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ക്യൂവിനെയും ഡബ്ല്യുവിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമുക്ക് മെഷർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതേസമയം വോളിയം എങ്ങനെയായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് ആയിരിക്കും. ഓക്കെ. വോളിയം എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇനി ഈ വോളിയവും വർക്കും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാ നമ്മൾ നോക്കാൻ പോകുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് വർക്ക് വിത്ത് പ്രഷർ. കാരണം ബോയിൽസിൽ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷറും വോളിയം എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ബോയിൽസിലയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ ഹരിഗോവിന്ദൻ? ബോയിൽസിലയുടെ സ്റ്റേറ്റ്മെന്റ് pressure is inversely proportional to volume. ഇക്വേഷൻ എന്താ അപ്പള? ബോയിൽസിലയുടെ ഇക്വേഷൻ എന്താ? അപ്പള ടീച്ചർ പറയൂ. V1 by V1 equal to V1 by V1 ആണോ? P1 by V1 by V1 ആണോ? അല്ല, P1 V1. P1 V1 is equal to P2 V2. P1 V1 is equal to P2 V2. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടത് ഇന്റേണൽ എനർജി ഹീറ്റിനെയും വർക്കിനെയും ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതേസമയം വോളിയം എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഇന്റേണൽ എനർജിയും വർക്കും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രഷർ, വോളിയം ആൻഡ് വർക്ക്. പ്രഷർ, വോളിയം, വർക്ക് റിലേഷൻ. പ്രഷർ, വോളിയം, വർക്ക് റിലേഷൻ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. കൺസിഡർ V1 or VI എന്ന് കൊടുത്തോളൂ. ടെക്സ്റ്റ് ബുക്കില് VI എന്ന് കൊടുത്തു. ഓക്കെ. VI ഈസ് ദി ഇനീഷ്യൽ വോളിയം. ഇനീഷ്യലി ഇത്രയും വോളിയം ഉണ്ട്. ഓക്കെ. ആൻഡ് VF ഈസ് ദി ഫൈനൽ വോളിയം. VF ഫൈനൽ വോളിയം.
അപ്ലൈ ചെയ്യുന്ന പ്രഷർ പി എക്സ് എന്ന് കൊടുക്കുക. പി ഇ എക്സ് എന്നാട്ടോ, വിച്ച് ഈസ് ദി എക്സ്റ്റേണൽ പ്രഷർ. ഇത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ. ഓക്കെ. പ്രഷറും വോളിയവും വർക്കും തമ്മിലുള്ള റിലേഷൻ, തെർമോഡൈനാമിക് റിലേഷൻസ് ആട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ. ഇനി ഞാനിവിടെ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് ഫൈനൽ വോളിയം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് ഇനീഷ്യൽ വോളിയം. ഈ കൊടുത്തിരിക്കുന്നത് ലെങ്ത്. ഇതാണ് എക്സ്റ്റേണൽ പ്രഷർ. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ മക്കളെ. ഇവിടെ ഒരു പി ഉണ്ട്. യെസ്. ഖദീജ വരച്ചു കഴിഞ്ഞോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഖദീജ പറഞ്ഞേ. ഖദീജക്ക് ഈ ഫിഗർ കണ്ടിട്ട് എന്നെ മനസ്സിലായി എന്ന് പറഞ്ഞു ഖദീജ. പ്രഷർ കൊടുത്തപ്പോ ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തെക്കാളും കുറഞ്ഞു പോയി. ഓക്കെ. ഇനീഷ്യലി ഉള്ള വോളിയത്തിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? വി ഐ ഇനീഷ്യൽ വോളിയം ഉണ്ടായിരുന്ന ഈ സിസ്റ്റത്തിൽ എന്ത് അപ്ലൈ ചെയ്തു? പ്രഷർ കൊടുത്തു. പ്രഷർ കൊടുത്തപ്പോൾ വോളിയം എന്ത് ചെയ്തു? വി എഫിലോട്ട് മാറി. അതായത് കുറഞ്ഞോ കൂടിയോ? വോളിയം കൂടിയോ അതോ വോളിയം കുറഞ്ഞോ? പ്രഷർ കൊടുത്തപ്പം വോളിയം കുറഞ്ഞു. യെസ്, വോളിയം കുറഞ്ഞു. വോളിയം കുറഞ്ഞു. അപ്പൊ അവിടെ എൽ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന എന്നതാ അനീസ? എൽ എന്നതാ? ലെങ്ത്. അതെന്താ? എന്തിന്റെ ലെങ്ത് അത്? ഇനീഷ്യലി ഫൈനൽ വരെയുള്ള, അതായത് കുറഞ്ഞ ലെങ്ത്. ഇനീഷ്യലിൽ നിന്നും ഇപ്പോൾ എവിടെയാ ഫൈനൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വരെയുള്ള ആ ഡിഫറൻസിനെയാണ് എൽ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആ ഡാർക്കൻ ചെയ്ത് വരച്ചിരിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇനീഷ്യലി ഉണ്ടായിരുന്ന പ്രഷറാണ്. താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുന്ന ആ ഡോട്ട് ഡോട്ട് ഇട്ട് വരച്ചിരിക്കുന്ന കണ്ടോ? അതെന്നതാ? നമ്മൾ പ്രഷർ കൊടുത്തതാ. പ്രഷർ മുകളിൽ നിന്നും താഴത്തോട്ട് കൊടുത്തു. അതേ നോക്കിക്കേ, ഇവിടം തൊട്ട് ഇവിടം വരെ ഇനീഷ്യലി ഉണ്ടായിരുന്ന പ്രഷർ, ഇത്രയും പ്രഷറിൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണെങ്കിൽ ഇവിടം വരെ വോളിയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രഷർ താഴത്തോട്ട് കൊടുത്തപ്പോൾ വോളിയം കുറഞ്ഞു, ഇവിടെ എത്തി. എന്തോരം കുറഞ്ഞു എന്നുള്ളതാണ് എൽ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ സിസ്റ്റത്തിൽ എന്നതാ ചെയ്തേ? ഒരു വർക്ക് ചെയ്യുമല്ലേ മക്കളെ ചെയ്തേ? നമ്മളിപ്പോ ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമല്ലേ ചെയ്തേ? സിസ്റ്റത്തിന് ഓൾറെഡി ഇനീഷ്യലി ഒരു വോളിയം ഉണ്ടായിരുന്നു, നോർമലി ഒരു എക്സ്റ്റേണൽ പ്രഷറും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയോ ചെയ്തേ? ഞാൻ ആ സിസ്റ്റത്തിൽ എന്ത് വർക്കാ ചെയ്തത്? പ്രഷർ കൊടുത്തു അല്ലെ? പ്രഷർ കൊടുത്തപ്പോൾ വോളിയം എന്ത് ചെയ്തു? കുറഞ്ഞു. അതാണ് അവിടെ നടന്ന വർക്ക്.
അപ്പൊ അവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ എന്തിന്റെയൊക്കെ പ്രൊഡക്റ്റ് ആയിരിക്കും? ഞാൻ കൊടുത്ത പ്രഷറിന്റെയും ആ കുറഞ്ഞു പോയ വോളിയത്തിന്റെയും കൂടി പ്രോഡക്റ്റ് ആണ് എനിക്ക് കിട്ടിയ റിസൾട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത്. അല്ലേ? ഞാൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് അപ്ലൈയിങ് പ്രഷർ ആൻഡ് ചേഞ്ച് ഇൻ വോളിയം. ആലോചിച്ച് നോക്കുക. ഞാൻ പ്രഷർ കൊടുത്തപ്പോൾ വോളിയം കുറഞ്ഞു, അതിന്റെ പ്രോഡക്റ്റ് ആണെന്ത്? എനിക്ക് കിട്ടിയ റിസൾട്ട്. അതാണ് ഞാൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചുമ്മാ ഇങ്ങനെ വാക്കാ പറഞ്ഞാൽ പോരാ, അത് നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലേ അത് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പറയുമ്പോ കൂടെ തന്നെ എഴുതി പൊക്കോണം. നമ്മളിപ്പോ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഗ്യാസ് ആണ് കേട്ടോ. കൺസിഡർ എ ഗ്യാസ്. നമ്മളൊരു ഗ്യാസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ എ ഗ്യാസ് at a pressure P and volume VI inside the cylinder. Okay, VI വോളിയം ഇനീഷ്യലി ഉണ്ടായിരുന്നു ഏത് പ്രഷറില്? P എന്ന് പറയുന്ന പ്രഷറില്. അതിനുശേഷം ഞാൻ ഒരു പ്രഷർ കൊടുത്തു, എക്സ്ട്രാ ഒരു പ്രഷർ കൊടുത്തു, എക്സ്റ്റേണലി ഒരു പ്രഷർ കൊടുത്തു, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ പി. ഓൾറെഡി ഉള്ള പ്രഷറിനേക്കാളും കൂടിയ പ്രഷർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്നാ സംഭവിക്കും? വോളിയം എന്ത് ചെയ്യും? കുറയും. വോളിയം ഡിക്രീസസ്. വോളിയം സ്റ്റാർട്ട്സ് ടു ഡിക്രീസസ് and reaches to VF. വോളിയം എന്തായിട്ട് മാറി? VF ആയിട്ട് മാറി. അപ്പൊ ഞാന് ഇവിടെ പ്രഷർ കൊടുക്കുക ചെയ്യുന്നേ. പ്രഷർ കൊടുത്താൽ അതൊരു കംപ്രഷൻ പ്രോസസ് ആണോ എക്സ്പാൻഷൻ പ്രോസസ് ആണോ? അഫ്ല, ഞാൻ ഇങ്ങനെ കൊടുത്താൽ അത് കംപ്രസ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അവിടെ പ്രഷർ എക്സ്പാൻഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അഫ്ല പറയൂ. കംപ്രഷൻ ചെയ്യണോ? യെസ്, കംപ്രഷൻ ആണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, നിങ്ങൾ തള്ളുവല്ലേ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കംപ്രഷൻ പ്രോസസ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡ്യൂറിങ് കംപ്രഷൻ, അതായത് എക്സ്റ്റേണൽ പ്രഷർ ഉള്ളിലുള്ള പ്രഷറിനോട് ഈക്വൽ ആകുന്നോളം വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ ദ വോളിയം മൂവ്സ്. വോളിയം കുറയും എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. വോളിയം മൂവ്സ് എ ഡിസ്റ്റൻസ് എൽ. എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ കുറയും. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് എ എന്ന് പറയുന്നത് ഏരിയ ആയിട്ട് എടുക്കുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മൾ ഫിസിക്സിലും മാത്സിലൊക്കെ എടുക്കുന്ന പോലെ തന്നെ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും മക്കളെ? L into A ആണ്. ശരിയല്ലേ? ലെങ്തിന്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെയും കൂടെ പ്രൊഡക്റ്റ് ആണ് വോളിയം ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, വോളിയം ചേഞ്ചിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ഡെൽറ്റ വി വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം. നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് കാൽവിൻ? നമ്മൾ സാധാരണ വോളിയം ചേഞ്ച് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇനീഷ്യലി എന്റെ കയ്യിൽ കപ്പിൽ നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്ര ഉള്ളൂ. അപ്പൊ എന്തോരം കുറഞ്ഞു പോയി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇനീഷ്യലി ഉള്ളതിന് എന്തോരം ഇപ്പൊ ഉള്ളത് മൈനസ് ചെയ്യണം. ഇനീഷ്യലി ഉള്ളതിൽ നിന്ന് ഫൈനൽ കുറയ്ക്കുവാണോ ഫൈനലിൽ നിന്ന് ഇനീഷ്യലി കുറയ്ക്കുവാണോ നോർമലി നമ്മൾ ചെയ്യുന്നത്? ഫൈനലിൽ നിന്ന് ഇനീഷ്യലി കുറയ്ക്കണം. സോ VF മൈനസ് VI. വോളിയം ചേഞ്ച് L into A ആണ്. So that is delta V, that is change in volume, that is VF minus VI. Okay. ഇനി നമ്മൾ പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? പ്രഷർ ഈസ് ഈക്വൽ ടു, പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നന്ദന, പ്രഷറിന്റെ ഡെഫിനേഷൻ എന്താ? പ്രഷറിന്റെ ഡെഫിനേഷൻ കേക്കാവോ? എനിക്ക് കേൾക്കാൻ പറഞ്ഞു.
നിങ്ങൾ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ട് പറഞ്ഞാൽ മതി, കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. പ്രഷറിന്റെ വോളിയം എല്ലാം പ്രഷറിന്റെ ഇക്വേഷൻ Force by area. ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ. അല്ലെങ്കിൽ ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റു ഏരിയ എ. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ മക്കളെ, വർക്ക് ഈസ് ഈക്വൽ ടു, വർക്കിന്റെ ഇക്വേഷൻ പറഞ്ഞേ. വർക്കിന്റെ ഇക്വേഷൻ സോജു, വർക്കിന്റെ ഇക്വേഷൻ എഫ് എസ്. അത് എഫ് എസ് ഒക്കെ എന്നതാ? എഫ് എന്നതാ? ഫോഴ്സ്, എസ് ഡിസ്പ്ലേസ്മെന്റ്. എസ് ഡിസ്പ്ലേസ്മെന്റ്, എഫ് ഇൻറ്റു എസ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, പി എക്സ്റ്റേണൽ ഇൻറ്റു എ. അത് ഇൻറ്റു ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തോരം ദൂരം പോയി എന്നതാണ്, ദാറ്റ് ഈസ് എൽ, വിച്ച് ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു എ എന്ന് പറയുന്ന ഫോഴ്സ് ആണ്, എൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാം. സോ പി എക്സ്റ്റേണൽ ഇൻറ്റു എ ഇൻറ്റു എല്ലിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ വി എന്ന് കൊടുക്കാം. സോ വർക്ക് ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. വർക്ക് ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ദിസ് ഈസ് ദ ഇക്വേഷൻ. വർക്ക് ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ആരുടെ മൈക്ക് അൺമ്യൂട്ട് ആയിട്ടിരിക്കുന്നത്? Yes. Work is equal to P external into V. Okay. ഇനി വർക്കിന്റെ വാല്യൂ പോസിറ്റീവും വരാം നെഗറ്റീവും വരാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ W is equal to മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് വരും. എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. എന്തുകൊണ്ടാണ് അവിടെ വന്നേന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തരാം. W is equal to മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. അതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. നമുക്കറിയാം വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്നാൽ വർക്കിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇതാ നമുക്ക് എന്ത് കിട്ടണം? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പൊ വർക്ക് പ്ലസ് വരുമോ മൈനസ് വരുമോ? പോസിറ്റീവ്. യെസ്, വർക്ക് പോസിറ്റീവ് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പുറത്ത് മൈനസ് ഇട്ട് കൊടുത്തേ. കാരണം ഡെൽറ്റ വി എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നേ? അതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയത്തിൽ നിന്നും ഫൈനൽ വോളിയത്തിൽ നിന്നും ഇനീഷ്യൽ വോളിയം കുറയ്ക്കുന്നതാണ്. ഫൈനൽ വോളിയം എപ്പോഴും കുറവല്ലേ വരുള്ളൂ, ഇനീഷ്യൽ വോളിയം കൂടുതലാ. അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പോൾ ഡെൽറ്റ വിയുടെ വാല്യൂ എന്ത് വരും? നെഗറ്റീവ് വരും. അല്ലേ മക്കളെ? കംപ്രഷൻ ആണെങ്കിൽ ഡെൽറ്റ വിയുടെ വാല്യൂ നെഗറ്റീവ് അല്ലേ വരുള്ളൂ. അപ്പം ഓൾറെഡി ഡെൽറ്റ വി നെഗറ്റീവാ. അപ്പൊ നമ്മൾ ആ മൈനസ് അവിടെ ഇട്ട് കൊടുത്താലേ മൈനസ് ഓഫ് മൈനസ് എന്ത് വരുള്ളൂ? പ്ലസ് വരുള്ളൂ. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. കണ്ണും വിളിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇത് പഠിക്കാനുള്ളതാ. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി എഫ് മൈനസ് വി ഐ. അതിന്റെ റീസണും കൂടെ എഴുതി വെക്കുക. ദിസ് ഈസ് ബിക്കോസ്, എന്തുകൊണ്ട് W ഇങ്ങനെ വന്നു എന്നുള്ളത്, ദിസ് ഈസ് ബിക്കോസ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി എഫ് മൈനസ് വി ഐ ഈസ് നെഗറ്റീവ് ഡ്യൂറിങ് compression, so that നെഗറ്റീവ്, അപ്പൊ ഡെൽറ്റ വി ഓൾറെഡി നെഗറ്റീവാ. അപ്പൊ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കോളും. നെഗറ്റീവ് മൾട്ടിപ്ലൈഡ് ബൈ നെഗറ്റീവ്, നെഗറ്റീവ് മൾട്ടിപ്ലൈഡ് ബൈ എ നെഗറ്റീവ് മേക്സ് the term W positive.
ഇതാണ് പ്രഷർ വോളിയം വർക്ക് റിലേഷൻ. ഓക്കെ, പിടികിട്ടി എന്താന്നുള്ളത്? ഓക്കെ, വായിച്ചു നോക്കിക്കേ. പ്രഷർ വോളിയം വർക്ക് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ വായിച്ചു നോക്കിയാൽ മതി. ഇതാണ് സിസ്റ്റം. ഇതിൽ ഇനീഷ്യൽ വോളിയം VI, VF എന്ന് പറയുന്നത് ഫൈനൽ വോളിയം, Vx എക്സ്റ്റേണൽ പ്രഷർ ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. നമ്മളൊരു ഗ്യാസ് കൺസിഡർ ചെയ്യുന്നു, പ്രഷർ P, വോളിയം VI ഇൻസൈഡ് ദ സിലിണ്ടർ. നമ്മൾ പിന്നെ പ്രഷർ കൂട്ടി കൊടുത്തു, അപ്പൊ വോളിയം കുറഞ്ഞ് ഫൈനലിലോട്ട് എത്തും. കംപ്രഷൻ ആയതുകൊണ്ട് വോളിയം മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് സെല്ല്, ഏരിയ എയർ. വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് L/A ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ V. വോളിയം ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡെൽറ്റ V. ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ VF മൈനസ് VI. ദെൻ പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ, എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റു ഏരിയ A. വർക്ക് എന്ന് പറയുന്നത് F ഇൻറ്റു S ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഇക്വേഷൻ കൊടുത്തു, P എക്സ്റ്റേണൽ ഇൻറ്റു A ഇൻറ്റു L. അപ്പം A ഇൻറ്റു L പകരം മുകളിൽ കൊടുത്തിരിക്കുന്ന ഡെൽറ്റ V ഇട്ട് കൊടുത്തു. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ W മൈനസ് P എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ V. ഇവിടെ മൈനസ് ഇട്ട് കൊടുത്താലേ ഡെൽറ്റ V ഓൾറെഡി നെഗറ്റീവ് ആയിരിക്കും, മൈനസ് ഓഫ് മൈനസ് പ്ലസ് കിട്ടുകയുള്ളൂ. അതിനാണ് നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തത്. അതാണ് ഈ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആണോ? ടീച്ചർ ഈ വോളിയം ചേഞ്ച് വോളിയം ചേഞ്ച് വോളിയം ചേഞ്ച് ഈസ് ഈക്വൽ ടു L/A ഈക്വൽ ടു ഡെൽറ്റ V എന്ന് എഴുതിയിട്ടില്ലേ? ആ, അതെങ്ങനെ വന്നേ കിട്ടുന്നത്? വോളിയം ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെയും കൂടി പ്രോഡക്റ്റ് ആയിരിക്കും വോളിയം ചേഞ്ച് എന്ന് പറയുന്നത്, എന്തോരം ഉണ്ട് എന്നുള്ളത്. ലെങ്ത് ഇൻറ്റു ഏരിയ അല്ലേ നമ്മൾ ചെയ്യുന്നത് സാധാരണ വോളിയം ചേഞ്ച് വോളിയം കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കത്തില്ലേ, ലെങ്ത് ഇൻറ്റു ഏരിയ വോളിയം, സിലിണ്ടറിന്റെ കേസില് അത് നമുക്കറിയാം. വോളിയം ചേഞ്ച് എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ വോളിയത്തിന് നമ്മൾ ഡെൽറ്റ V എന്നാണ് കൊടുക്കുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, വോളിയം ഡെൽറ്റ V. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ത് വരും? ഡെൽറ്റ V ഇസ് ഈക്വൽ ടു L/A എന്ന് വരും. ഇനി ഡെൽറ്റ V എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഫൈനൽ വോളിയത്തിൽ നിന്നും ഇനീഷ്യൽ വോളിയം കുറയ്ക്കുന്നത്. അതാണ് VF മൈനസ് VI കൊടുത്തത്. പിടികിട്ടിയോ? യെസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ കണ്ട ഈ പ്രഷർ വോളിയം വർക്ക് എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുമ്പോഴുള്ളതാ നമ്മൾ കണ്ടത്. ഈ വോളിയത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാ? നമ്മൾ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ വോളിയം ചേഞ്ച് ചെയ്യുന്നത്. അതായത് അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഓരോ സ്റ്റെപ്പിലും നമ്മൾ പ്രഷർ കൊടുക്കുന്നു, കുറച്ച് വോളിയം കുറയും, പ്രഷർ കൊടുക്കും, വോളിയം കുറയും. അതൊരു ഒറ്റയടിക്ക് നടക്കുന്ന ഒരു പ്രോസസ് അല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് സ്റ്റെപ്പിൽ കൂടിയാണ് ഈ പ്രോസസ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് W is equal to more than one സ്റ്റെപ്പിൽ ഇത് നടന്നാൽ നമ്മള് വർക്ക് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ദി ഇന്റഗ്രൽ ഓഫ് VI to VF P external into dV. മോർ ദാൻ വൺ സ്റ്റെപ്പിലാ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ ലാർജ് ഡിഫറൻസ് ആ, ലാർജ് ചേഞ്ച്, അത്രയും വരില്ല. ഓരോ സ്റ്റെപ്പിലും നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് എങ്ങനെയായിരിക്കും? കുറവല്ലേ ഉണ്ടാവുകയുള്ളൂ, കുഞ്ഞു കുഞ്ഞു ചേഞ്ച് അല്ലേ ഉണ്ടാവുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം ഞാൻ, ഇവിടെ ശ്രദ്ധിച്ചോട്ടെ നിങ്ങൾ. ഇതൊരു സിലിണ്ടർ. ഓക്കെ, ഈ സിലിണ്ടറിന്റെ അകത്ത് ആദ്യത്തെ കേസ് നമ്മൾ എടുത്ത എന്താ? ഇവിടെ ഇനീഷ്യൽ വോളിയം, ഇവിടെ ഫൈനൽ വോളിയം. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച്, ലാർജ് ചേഞ്ച് ഡെൽറ്റ V. എന്തോരമാണ് ചേഞ്ച് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
ഇനി ഇത് കുറെ സ്റ്റെപ്പുകളിൽ കൂടിയാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് വോളിയം കുറയുന്നത് പതുക്കെ പതുക്കെയാണെന്ന് വിചാരിക്കുക. പതുക്കെ പതുക്കെയാണ് വോളിയം കുറയുന്നത്. അപ്പൊ മോർ ദാൻ 1 സ്റ്റെപ്പിൽ നടക്കുമ്പോൾ ഇതാണ് ഇനീഷ്യലി ഉള്ള വോളിയം. ആദ്യം നമ്മൾ ചെറിയൊരു പ്രഷർ കൊടുത്തു. പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും വോളിയം ദേ ഇവിടെ വന്നു. ഓക്കെ, അപ്പൊ അത് P1 എന്ന് ഞാൻ എടുത്തു. പിന്നെയും പ്രഷർ കൊടുത്താൽ വോളിയം എവിടെ വരും? ദേ ഇവിടെ വരും. പിന്നെയും പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും വോളിയം പിന്നെയും കുറയും. കണ്ടോ, കുറെ സ്റ്റെപ്പുകളിൽ കൂടിയാണ് വോളിയം ഈ V4 എത്തിയെന്ന് വിചാരിക്കാം. ആദ്യം ഞാൻ ഒറ്റയടിക്ക് പ്രഷർ കൊടുത്ത് V1 നിന്നും V4 എത്തി. പിന്നെ ഞാൻ കുറച്ച് പ്രഷർ കൊടുത്ത് വോളിയം കുറച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഓരോ തവണ കുറയുന്നതും എത്രയാ? കുറച്ചാ കുറയുന്നത്. അതുകൊണ്ടാണ് ഡെൽറ്റ വിക്ക് പകരം എന്ത് കൊടുത്തേ? dV എന്ന് കൊടുത്തേ. dV എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിഫറൻസ്. മോർ ദാൻ 1 സ്റ്റെപ്പിൽ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ നടത്തുവാണ് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇതായിരിക്കും. W is the integral sum എന്നാണ് നമ്മൾ പറയുന്നത്. W is equal to minus integral of VI to VF into P external into dV. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്, ഈച്ച് സ്റ്റേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷറിനോട് ഒരു ചെറിയ എമൗണ്ട് ഓഫ് പ്രഷർ നമ്മൾ കൂട്ടിക്കൊടുക്കും. ഓക്കെ, അന്നേരം അവിടെ ഉണ്ടാകുന്ന വോളിയം ചേഞ്ച്, പ്രഷർ ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ അവിടെ ഉണ്ടാകുന്ന വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ വി ആയിരിക്കത്തില്ല, dV ചേഞ്ച് അവിടെ ഉണ്ടാകുള്ളൂ. ചെറിയൊരു ചേഞ്ച്, ചെറിയൊരു പ്രഷർ കൂട്ടിക്കൊടുത്തു ചെറിയൊരു ചേഞ്ച്, വീണ്ടും പ്രഷർ കൂട്ടിക്കൊടുത്തു വീണ്ടും ചേഞ്ച്. അങ്ങനെ ഓരോ സ്റ്റെപ്പിലുള്ളതിനെ സെപ്പറേറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. W is equal to integral of VI to VF P external into dV. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മേളിലോട്ട് കാട്ടോ. ഹെഡിങ് വേണേ കൊടുത്തോ. വർക്ക് for a process which takes place in a number of finite step. കുറെ സ്റ്റെപ്പുകളിൽ കൂടി നടന്നാൽ വർക്കിന്റെ ഇക്വേഷൻ, work is equal to minus integral of VI to VF P external into dV. P external into delta V. Okay. And for an ideal gas, ഈ ഇക്വേഷന് പിന്നെയും വ്യത്യാസമുണ്ട്. For an ideal gas, ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ PV is equal to nRT ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. ഇതും ഈ ഇക്വേഷനും കൂടി ഒന്ന് ക്ലബ് ചെയ്തിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഡെറിവേഷൻ എങ്ങനെയാ വന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. കൺഫ്യൂസിംഗ് അല്ല, നമുക്കത് അറിയത്തില്ലാത്തോണ്ടാട്ടോ, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുവരെ ഒന്ന് എഴുതിയെടുത്തോ നിങ്ങള്. ഇത്ര ആദ്യം പഠിച്ചു വെക്കുക. വർക്ക് എന്ന് പറയുന്നത് മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി ആണ്. മോർ ദാൻ 1 സ്റ്റെപ്പ്, ഫൈനൈറ്റ് സ്റ്റെപ്പുകളാണെങ്കിൽ W is equal to മൈനസ് ഇന്റഗ്രൽ ഓഫ് VI to VF P external into dV. അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വോളിയവും ചേഞ്ച് ഇൻ പ്രഷറും എന്ന് പറയുന്ന ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഐഡിയൽ ഗ്യാസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നാണ് നോക്കുന്നത്. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് PV is equal to nRT. P is equal to നമുക്ക് എന്തെന്ന് എഴുതാം? nRT divided by V എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വർക്ക് നോക്കാം. വർക്ക് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്. നമ്മളിത് റിവേഴ്സിബിൾ പ്രോസസ്സിലാട്ടോ നമ്മൾ പറയുന്നത്. തുടക്കത്തിലെ ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നോ തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുന്നത് എന്ത് റിയാക്ഷനിലാന്നാ പറഞ്ഞേ? ഇക്വിലിബ്രിയം റിയാക്ഷനിലാന്ന് പറഞ്ഞില്ലേ? ഫോർവേഡ് റിയാക്ഷനും ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. അങ്ങനെയുള്ള റിയാക്ഷൻസ് നമ്മൾ എന്താ വിളിക്കുന്നത്? റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് വിളിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ. സോ വർക്ക് ഫോർ
റിവേഴ്സിബിൾ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ആദ്യം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഇന്റഗ്രൽ ഓഫ് VI to VF P external into dV എന്ന് എഴുതാം, which is equal to minus integral of VI to VF pressure of the ideal gas into dV എന്ന് എഴുതാം. Then അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഗ്യാസിന്റെ ഇക്വേഷൻ, which is equal to minus VI to VF nRT P ഗ്യാസിന് പകരം nRT divided by V into dV എന്ന് എഴുതാം. Okay, which is equal to nRT കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വെളിയിലോട്ട് എടുക്കും, മൈനസ് nRT into integral of VI to VF into dV divided by V എന്ന് വരും. നിങ്ങൾ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഒക്കെ പഠിച്ചോ മക്കളെ? ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ പഠിച്ചോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ പഠിക്കുമ്പോൾ അതെന്നതാന്ന് മനസ്സിലായിക്കോളും. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫൈനൽ ആൻസർ മതി കേട്ടോ. ഓക്കെ, സോ nRT dV by V ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ നിങ്ങൾ മാത്സിലുള്ളത് അത് നേരെ ക്ലിയർ ആകും. സോ മൈനസ് nRT ഇൻറ്റു dV by വിക്ക് പകരം നമ്മൾ LN കൊടുക്കും, ലോൺ എന്നാണ് ഇതിന് പറയുന്നത്, VF ഡിവൈഡഡ് ബൈ VI. ഇതൊന്നും പോകണ്ട, ഇവിടെ പഠിച്ചാൽ മതി. മൈനസ് 2.303 nRT log VF divided by VI. W റിവേഴ്സിബിൾ ഈ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടിയത് കേട്ടോ. വർക്ക് റിവേഴ്സിബിൾ is equal to minus 2.303 nRT log VF divided by VI. ഈ ഇക്വേഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, രണ്ട് ഇക്വേഷൻസ്. ആദ്യത്തെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ മക്കളെ, പറഞ്ഞു തരാം കേട്ടോ. ഈ ഇക്വേഷൻ എന്തുകൊണ്ടാണ് റിവേഴ്സിബിൾ എന്ന് വന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച, ഒരു മിനിറ്റ് എന്നിട്ട് എഴുതാം. ഇവിടെ ശ്രദ്ധിച്ചേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ആദ്യത്തെ ഇക്വേഷൻ വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു dV എന്ന് നമ്മൾ എഴുതി. അതായത് ഒറ്റയടിക്ക് താഴത്തോട്ട് വരിക ചെയ്യുന്നത്. പ്രഷർ കൊടുക്കുമ്പോൾ വോളിയം ഒറ്റയടിക്ക് താഴത്തോട്ട് വരും. അത് റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ? എനിവൺ, റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? ഒറ്റയടിക്ക് മേളയും താഴത്തോട്ട് പോകുന്നു. അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ? എനിവൺ അറിയേ? ഫർസീൻ പറഞ്ഞു. ഫർസീൻ, നമ്മൾ ആദ്യം ചെയ്ത എക്സ്പെരിമെന്റ് W is equal to minus P external into delta V എന്ന് കിട്ടിയ ഇക്വേഷൻ ഇല്ലേ, അത് മുകളിൽ നിന്ന് താഴത്തോട്ട് വന്നു. അത് ഒറ്റയടിക്ക് വന്നാൽ എന്തായിരിക്കും? അഫ്ല പറഞ്ഞു. അഫ്ല എന്തിനെ പോലും അഫ്ല മാറിപ്പോയതാ. യെസ്, പറഞ്ഞേ. എനിവൺ, ഒറ്റയടിക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ ഇത് റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ? നിങ്ങളൊരു കൊക്കയുടെ മേളിൽ നിന്നും താഴത്തോട്ട് ചാടിപ്പോയി എന്ന് വിചാരിക്കുക, അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണോ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ? അൽവാൻ, ഇറിവേഴ്സിബിൾ. ഇറിവേഴ്സിബിൾ വേണ്ട. നിങ്ങൾ കട്ടിലേന്നോ സോഫേന്നോ താഴത്തോട്ട് പോകുകയെന്ന് വിചാരിച്ചോ, ഒറ്റയടിക്ക് നിങ്ങൾ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് താഴ്ത്തത്, നിങ്ങൾ മേളോട്ട് കയറി പോവില്ലല്ലോ തിരിച്ച്. അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പൊ നമ്മള് ആദ്യത്തെ ആ വർക്കിന്റെ അവിടെ നിങ്ങൾ ഇങ്ങനെ കൊടുത്തോളൂ കേട്ടോ. ഈ ഇക്വേഷൻ ഇവിടെ നിങ്ങള് ഇതല്ല ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ. വർക്ക് ഇറിവേഴ്സിബിൾ എന്ന് കൊടുക്കട്ടോ. IRR എന്ന് പറഞ്ഞാൽ വർക്ക് ഇറിവേഴ്സിബിൾ. ഓക്കെ, ഇനി നിങ്ങള് കട്ടിലേന്ന് തന്നെ താഴെ പോകുന്ന പതുക്കെ പതുക്കെയാന്ന് വിചാരിക്കുക. പതുക്കെ പതുക്കെ മീൻസ് താഴത്തോട്ട് ഒരു കാല് പോയി, പിന്നെ ബോഡിയുടെ ഹാഫ് പോയി, അങ്ങനെ പതുക്കെ പതുക്കെയാ പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊരു റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? നിങ്ങൾ പതുക്കെ പതുക്കെ പോകുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. പറഞ്ഞേ അനിറ്റ,
റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? പതുക്കെ പതുക്കെ പോണേ. കേട്ടില്ല. റിവേഴ്സിബിൾ. നിങ്ങൾ ാണ് താഴ്ത്തേട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കയറാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ഇല്ലേ? തിരിച്ചു കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അത് എന്തായിരിക്കും? റിവേഴ്സിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ വന്നത്. W റിവേഴ്സിബിൾ. മോർ ദാൻ വൺ സ്റ്റെപ്പിൽ പതുക്കെ പതുക്കെ പോകുന്നതാണ് എങ്കിൽ അവിടെ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ വർക്ക് റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു -2.303 NRT log VF ഡിവൈഡഡ് ബൈ VI. വർക്ക് ഇറിവേഴ്സിബിൾ ആണെങ്കിൽ W is equal to -P external into delta V ആയിരിക്കും. രണ്ട് ഇക്വേഷൻസ്, ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ്. നിങ്ങളിപ്പോ നടക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലേണ്ട ബോൾ എറിയുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കിയാൽ മതി. എന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. ഓക്കെ, ആ ബോൾ ഞാൻ ഇവിടെ നമ്മൾ എറിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയി കിടക്കും. അത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ ദേവിക? ഞാൻ നമ്മൾ എറിഞ്ഞു കളഞ്ഞു. അത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? ഇറിവേഴ്സിബിൾ. തിരിച്ചു വരില്ല. അത് അവിടുന്ന് ആരെങ്കിലും എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് എറിഞ്ഞാലേ വരുള്ളൂ. അതേസമയം ഞാൻ ഇവിടുന്ന് ബോൾ പതുക്കെ ഉരുട്ടി വിടുവാന്ന് വിചാരിക്കുക. ഉരുട്ടി വിടുമ്പോ ബോൾ പോകുന്നത് എങ്ങനെയാ? പതുക്കെ പതുക്കെയാ പോകുന്നത്. ചില സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് ഒന്ന് മുന്നോട്ട് പോകും, പിന്നെ ഒന്ന് പുറകോട്ട് വരും, ഇല്ലേ? നമ്മൾ ബോൾ ഉരുട്ടി വിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ബോൾ സാധനം എന്ത് സാധനം പതുക്കെയാ പോകണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകും, പതുക്കെ ഒന്ന് പുറകോട്ട് വരും, പിന്നെയും പോകും, മുന്നോട്ടേ പുറകോട്ട്. ചെറിയൊരു പുറകോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതെന്താ? റിവേഴ്സിബിൾ. ആ ഒരു ഡിഫറൻസ് മാത്രം ഓർത്താൽ മതി. ഓക്കെ, അപ്പം വർക്ക് ഡൺ, വർക്ക് ചെയ്യുന്നത് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോളിയത്തിന്റെ ചേഞ്ച് ലാർജ് ചേഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രഷർ വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -P external into delta V ആയിരിക്കും. ഡെൽറ്റ വി. അതേസമയം റിവേഴ്സിബിൾ പ്രോസസ് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോളിയം ചേഞ്ചും പ്രഷർ ചേഞ്ചും വളരെ ചെറുതാ. അവിടെയുള്ള ഇക്വേഷൻ ആണ് വർക്ക് റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു -2.303 NRT log VF ഡിവൈഡഡ് ബൈ VI എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ട് വർക്കുകളെ പറ്റി മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ആദ്യം നമ്മൾ ഇന്റേണൽ എനർജിയും വർക്കും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. ദെൻ വർക്ക് വോളിയവുമായിട്ടുള്ള റിലേഷൻ ആണ് പിന്നെ പറഞ്ഞത്. വർക്കും വോളിയവും തമ്മിലുള്ള റിലേഷൻ റിലേറ്റഡ് ടു പ്രഷർ ആണ്. റിവേഴ്സിബിൾ പ്രോസസ്സിൽ എങ്ങനെയാണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എങ്ങനെയാണ് എന്നുള്ളതാ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മള് വാക്വത്തിൽ പ്രഷർ എങ്ങനെയായിരിക്കും? വാക്വത്തിൽ പ്രഷർ ഉണ്ടോ ഇല്ലയോ? വാക്വത്തിൽ പ്രഷർ ഉണ്ടോ ഇല്ലയോ? ഇർഷാൻ, ഉണ്ട്. വാക്വത്തിൽ പ്രഷർ ഉണ്ട്. ഏത് പ്രഷർ? ഇൻസൈഡിൽ ഒരു പ്രഷർ ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ പ്രഷർ വാക്വത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എക്സ്റ്റേണൽ പ്രഷർ വാക്വത്തിൽ എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ, എക്സ്റ്റേണൽ പ്രഷർ 0 ആണെങ്കിൽ വാക്വത്തിൽ വർക്ക് എങ്ങനെയായിരിക്കും? റിവേഴ്സിബിൾ ആയിക്കോട്ടെ ഇറിവേഴ്സിബിൾ ആയിക്കോട്ടെ, എക്സ്റ്റേണൽ പ്രഷർ 0 ആണെങ്കിൽ വാക്വത്തിന്റെ കേസിൽ വർക്കിന്റെ വാല്യൂ എന്തായിരിക്കും? ഹരിഗോവിന്ദ്? 0. എക്സ്റ്റേണൽ പ്രഷർ 0 വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോയില്ലേ മക്കളെ? ഇല്ലേ? അപ്പൊ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ 3 കാര്യങ്ങൾ എഴുതി വെക്കുക. ഇവിടെ ടെമ്പറേച്ചറിന് ഒരു എഫക്റ്റും ഇല്ല കേട്ടോ. ടെമ്പറേച്ചറിന് എഫക്ട് ഇല്ല. ടെമ്പറേച്ചർ നമ്മളിവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കർവിന് പറയുന്ന പേരെന്താ അപ്സറേ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കർവിന് പറയുന്നത് അറിയില്ലാന്നോ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കർവിന് പറയുന്ന പേര് കേട്ടില്ല? കെൽവിനോ? കെൽവിൻ എന്നാ ടെമ്പറേച്ചറിന്റെ? പറഞ്ഞ അഞ്ജന.
അദീന ടീച്ചർ ഐസോത്തോം. ഐസോത്തോം. ഇവിടെ നമ്മൾ ഹീറ്റിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഹീറ്റിനെ അഫക്ട് ചെയ്യും. ഹീറ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതൊരു ഐസോ തെർമൽ പ്രോസസ് ആണ്. ഈ പ്രോസസ്സുകളെല്ലാം എഴുതി വെക്ക്. ഫോർ ഐസോ തെർമൽ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണെങ്കിൽ W is equal to minus P external into delta V എന്ന് നമുക്ക് എഴുതാം. Then isothermal reversible change ആണെങ്കിൽ W is equal to minus 2.303 nRT log Vf divided by V എന്ന് എഴുതാം. Then P external 0 ആണെങ്കിൽ, അതായത് വാക്വത്തിൽ P external 0 ആണ്. 0 ആണെങ്കിൽ W is equal to എന്ത് വരും? 0 വരും. W is equal to 0. W is equal to 0 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഐഡിയൽ ഗ്യാസ് ഇത് മൂന്നും എഴുതിയെടുത്തോ ഇല്ലേ? ഓക്കെ, ഇനി ഞാൻ വീണ്ടും നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ലോയിലോട്ട് പോകുകയാണ് കേട്ടോ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്, അല്ലെങ്കിൽ ക്യൂ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം. ഈ വർക്കിന്റെ ഇക്വേഷൻ ഞാൻ കൊണ്ട് എടുത്ത് എഴുതിയേ ഉള്ളൂ കേട്ടോ. മൈനസ് ക്യൂ ഇസ് ക്യൂ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഇനി ഞാൻ നിങ്ങളോട് പറയുവാണ്, കോൺസ്റ്റന്റ് വോളിയത്തിൽ ഈ റിയാക്ഷൻ നടത്തുന്നു എന്ന് പറയുന്നു. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വിയുടെ വാല്യൂ എന്തായിരിക്കും? 0. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയത്തിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ ഡിഫറൻസ് എടുത്താൽ എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. ഇനീഷ്യലും ഫൈനലും സെയിം തന്നെ വരും. അപ്പൊ 0 വരും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? ഡെൽറ്റ വി 0 ആയാൽ ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്ത് വരും അനീസ? മൈനസ് പി എക്സ്റ്റേണൽ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്ത് വരും? അതെ, ക്യൂ മാത്രമായിരിക്കും. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് വരും. ഓക്കെ, അത് കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വി എന്നും കൂടെ കൊടുക്കുന്നു. എന്റെ ബ്രാക്കറ്റിൽ കൊടുക്ക്. വി എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. അപ്പൊ ഓർത്ത് വെച്ചോണം കേട്ടോ. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ഇന്റേണൽ എനർജി ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ വി ആയിരിക്കും. ക്യൂ വി. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി. അതൊന്നുകൂടെ പറയൂ. ക്യൂ വി വന്നത് ക്യൂ വി എന്ന് വന്നതാ. ഇത്ര ഉള്ളു മോളെ. നമ്മൾ ആദ്യം വർക്കിന്റെ ഇക്വേഷൻ എഴുതി, സോറി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതി. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഡബ്ല്യുവിന് പകരം നമുക്ക് ഏത് കൊടുക്കാം? മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് കൊടുക്കാം. ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ നമുക്ക് ഡബ്ല്യുവിന് പകരം മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുവാണ് വോളിയം കോൺസ്റ്റന്റ് ആണെന്ന്. വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം സെയിം തന്നെയാണ്. വോളിയത്തിന് വ്യത്യാസം ഒന്നും ഇല്ല എന്നല്ലേ? വോളിയത്തിന് വ്യത്യാസം ഒന്നും ഇല്ലെങ്കിൽ ഡെൽറ്റ വിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഡെൽറ്റ വി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. വോളിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വോളിയം സെയിം തന്നെയാണ്. അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പോൾ 0 ആയി പോകൂലേ? അപ്പൊ ഡെൽറ്റ വി 0 വന്നാൽ റിമൈനിങ് പിന്നെ അവിടെ എന്തേ ഉള്ളൂ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ക്യൂ എന്ന് എഴുതാം. മനസ്സിലായോ? അത് കോൺസ്റ്റന്റ് വോളിയം ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വി എന്ന് കൊടുത്തത്. വി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് സിംപ്ലി എന്താണ്? വോളിയം കോൺസ്റ്റന്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ?
ക്ലിയർ ആയി. എല്ലാവർക്കും ക്ലിയർ ആയോ? കിട്ടിയോ മക്കളെ? മനസ്സിലായി എന്നുള്ളത് കൈവപ്പിക്ക്. ഇന്ന് പഠിച്ച 2 ഡെറിവേഷൻ, വർക്കിന്റെ കാര്യം, റിവേഴ്സിബിൾ പ്രോസസ്സിൽ എങ്ങനെയാണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. അപ്പൊ അത് ഇത്ര വരെ ഒന്ന് വായിച്ചു നോക്കിക്കേ. യെസ്, ഇത്രയും കാര്യം പഠിച്ചാലേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള സെക്കൻഡ് സംഗതി ആ എൻതാൽപ്പി എന്ന് പറയുന്ന സാധനം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ആ ഫിഗറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ കണ്ട് മേടിക്കുന്ന കാര്യമൊന്നുമില്ല. പേജ് നമ്പർ 164ന്റെ അകത്ത് വർക്കിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ കണ്ടോ? എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തിട്ട് പിസ്റ്റൺ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്. അത് ഞാൻ നേരെ തിരിച്ചു വരച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. 2 പിക്ചറും സെയിം തന്നെയാണ്. ഫിഗർ 6.5 കൊടുത്തിരിക്കുന്നത് കുറെ സ്റ്റെപ്പുകളിൽ കൂടി നടന്നാൽ എങ്ങനെയായിരിക്കും എന്നാ കൊടുത്തിരിക്കുന്നത്. 6.5 സി കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് നടന്നാൽ എങ്ങനെയായിരിക്കും. 6.5 ബി കൊടുത്തിരിക്കുന്നത് റിവേഴ്സിബിളിന്റേതും 6.5 സി കൊടുത്തിരിക്കുന്നത് റിവേഴ്സിബിളിന്റേതുമാണ്. ഓക്കെ, പെട്ടെന്ന് നടന്നാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ വരുമ്പോ ചോദിക്കുക. തെർമോഡൈനാമിക്സ് അത്ര കണ്ട് ദഹിക്കത്തൊന്നുമില്ല പെട്ടെന്ന്, പക്ഷെ ഇതിങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ. ഇത് ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ എല്ലാവരും ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുള്ളൂ. ഇത് ഇങ്ങനെയാണോ, അത് ഇങ്ങനെയാണോ. ഓക്കെ, അപ്പം നാളത്തെ ക്ലാസ്സിൽ ഈ വോളിയം കോൺസ്റ്റന്റ് വരുന്നത് ഐഡിയൽ ഗ്യാസിന്റെ വോളിയം കോൺസ്റ്റന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഐഡിയൽ ഗ്യാസിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. വോളിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ ഇല്ലാത്തപ്പോഴാണ് വോളിയം കോൺസ്റ്റന്റ് ആവുന്നത്. അങ്ങനെ പറയാൻ മതി, അത്രയും ഉള്ളൂ. എക്സ്റ്റേണൽ പ്രഷർ കോൺസ്റ്റന്റ്, അവിടെ പ്രഷറിന് എഫക്ട് ഒന്നും ഇല്ലെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കൊടുത്താലല്ലേ വോളിയം ചേഞ്ച് ചെയ്യുള്ളൂ. പ്രഷറിന് അവിടെ ഒരു എഫക്റ്റും ഇല്ലെങ്കിൽ വോളിയത്തിന് എഫക്ട് ഇല്ല. അപ്പൊ നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ബോയിൽസ് ലോ ഒബേ ചെയ്യും. ബോയിൽസ് ലോ ഒബേ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ കൊടുക്കുമ്പോൾ വോളിയം കുറയണം. അതാണ് ഐഡിയൽ ഗ്യാസ്. മനസ്സിലായോ? പ്രഷറിന് എഫക്ട് വോളിയത്തിന് 0 ആണ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷറിന് എഫക്ട് ഇല്ല എന്ന് അർത്ഥം. യെസ്, ഓക്കെ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നീട് നാളെ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ടീച്ചറെ ഒരു ഡൗട്ട്. ആ ഫിഗർ ഉണ്ടല്ലോ, മറ്റേ പിസ്റ്റന്റെ ഒക്കെ ഫിഗർ, അതിന്റെ അകത്ത് അടിയിൽ ഒരു പി മുകളിലേക്ക് കൊടുത്തിട്ടില്ലേ? ഏതാ മോനെ? അടിയിൽ നിന്ന് ഇതാണോ? ആ, ഒരു പി ഇങ്ങനെ പി എക്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പി കൊടുത്തിട്ടില്ലേ? അതെന്നറിയാവോ? ഇൻസൈഡ് ഓൾറെഡി അവിടെ ഒരു പ്രഷർ ഉണ്ട്. ഓൾറെഡി ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു പ്രഷർ ഉണ്ട്. അതായത് ആ ലിക്വിഡിന്റെ ഉള്ളിൽ ഓൾറെഡി ഒരു പ്രഷർ ഉണ്ട്. നമ്മൾ മുകളിൽ നിന്ന് എക്സ്റ്റേണൽ പ്രഷർ കൊടുത്ത് ആ ഉള്ളിലുള്ള പ്രഷറിനോട് ഈക്വൽ ആയാൽ മാത്രമേ വോളിയം കുറയുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടുന്ന് ഒരു പ്രഷർ കൊടുക്കുന്നു, അവിടുന്ന് ഓൾറെഡി ഒരു പ്രഷർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. ആ പ്രഷറിനെ ഓവർകം ചെയ്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൂടുതൽ വരണം. നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ പ്രഷർ ഉള്ളിലുള്ള പ്രഷറിനേക്കാളും കൂടുതലായാൽ മാത്രമേ അവിടെ വോളിയം കൺട്രാക്ട് ചെയ്യുള്ളൂ, കുറയുള്ളൂ. മനസ്സിലായോ? അതാണ് ഉള്ളിൽ നിന്നുള്ള പ്രഷർ ആ കൊടുത്തിരിക്കുന്നത്, ഇൻസൈഡ് ദ പ്രഷർ. ഞാൻ പി എക്സ്റ്റേണൽ ഗ്രേറ്റർ ദാൻ പി എന്ന് എഴുതിയിരിക്കുന്നത് അതാ. ഉള്ളിലുള്ള പ്രഷറിനേക്കാളും നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൂടുതലായാൽ മാത്രമേ വോളിയം കുറയുള്ളൂ.
ഓക്കെ ടീച്ചർ. ടീച്ചർ വർക്ക് റിവേഴ്സിബിൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞാ മതിയോ? ടീച്ചർ ഇപ്പൊ ഒരു ക്ലാസ് ഉണ്ട് അതുകൊണ്ടാ. ആ ഏതിന്റെ വർക്ക് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? റിവേഴ്സിബിൾ. റിവേഴ്സിബിൾ അതിന്റെ എന്നതാ ഡൗട്ട്? ഡെഫിനേഷൻ ഡെറിവേഷൻ ആണോ ഡൗട്ട്? ആ ഡെറിവേഷൻ പഠിക്കണ്ട ടീച്ചർ, നാളെ ഇതൊന്നും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, നാളെ രാവിലെ വരുമ്പോൾ ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ആ യെസ്, ഓക്കെ.